നമസ്കാരം, VBC ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംസ്ഥാന സർക്കാരിന്റെ മെഗാ പട്ടയമേള ശനിയാഴ്ച ഇടുക്കി ഐഡിയ ഗ്രൗണ്ടിൽ നടക്കും. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മെഗാ പട്ടയമേള ഉദ്ഘാടനം ചെയ്യും. KC ജില്ലാ കമ്മിറ്റി UAE യൂത്ത് വിംഗ് സംഘടനയുടെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന പാവപ്പെട്ട വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് വിതരണ ഉദ്ഘാടനം തൊടുപുഴയിൽ നടന്നു. മുതലക്കുളം സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുണ്ടെടുത്തെത്തിയതിന് 30 വിദ്യാർത്ഥികളെ സ്കൂളിൽ നിന്ന് പുറത്താക്കി. സ്കൂളിലെ ഓണാഘോഷത്തിൽ പങ്കെടുക്കുന്നതിനായാണ് കുട്ടികൾ മുണ്ടെടുത്തെത്തിയത്. പട്ടയ വിതരണ ദിവസമായ ശനിയാഴ്ച കരിദിനമായി ആചരിക്കുമെന്ന് പട്ടികജാതി വർഗ സംയുക്ത സമരസമിതി ഭാരവാഹികൾ. കേരള NGO അസോസിയേഷൻ 41ാം വാർഷിക സമ്മേളനം പൈനാവിൽ നടന്നു. സർവീസിൽ നിന്നും വിരമിച്ച ജീവനക്കാർക്ക് യാത്രയയപ്പ് നൽകി. വാർത്തകൾ വിശദമായി. സംസ്ഥാന സർക്കാരിന്റെ മെഗാ പട്ടയമേള ശനിയാഴ്ച ഇടുക്കി ഐഡിയ ഗ്രൗണ്ടിൽ നടക്കും. രാവിലെ 11-ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മെഗാ പട്ടയമേള ഉദ്ഘാടനം ചെയ്യും. മെഗാ പട്ടയമേളയിൽ റവന്യൂ മന്ത്രി അടൂർ പ്രകാശ് അധ്യക്ഷത വഹിക്കും. ധനകാര്യമന്ത്രി KM മാണി, ജലവിഭവ വകുപ്പ് മന്ത്രി PJ ജോസഫ്, ജനപ്രതിനിധികൾ, രാഷ്ട്രീയ സാമൂഹ്യ നേതാക്കൾ തുടങ്ങിയവർ പ്രസംഗിക്കും. മലയോര കർഷകരുടെ കൈവശ ഭൂമിക്ക് പട്ടയം, വനഭൂമിയിൽ താമസിക്കുന്നവർക്ക് വനാവകാശ രേഖ തുടങ്ങിയവ പട്ടയമേളയോട് അനുബന്ധിച്ച് വിതരണം ചെയ്യും. ജില്ലയിലെ എല്ലാത്തരം ഭൂമികളിലും എല്ലാത്തരം പതിവ് ചട്ടങ്ങളിലും ഇടപെട്ട് നടപടികൾ സ്വീകരിച്ചാണ് മെഗാ പട്ടയമേള ജില്ലാ ഭരണകൂടം സംഘടിപ്പിച്ചിരിക്കുന്നത്. വർഷങ്ങളായി മുടങ്ങിക്കിടന്ന നടപടികൾ പൂർത്തീകരിക്കാനും വ്യക്തമായ പുരോഗതി കൈവരിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അർഹരായ എല്ലാ കർഷകർക്കും പട്ടയം നൽകുന്ന പട്ടയങ്ങൾ 100% നിയമപരമാക്കുക എന്ന വലിയ വെല്ലുവിളിയാണ് ജില്ലാ ഭരണകൂടം ഏറ്റെടുത്ത് വിജയകരമായി നടപ്പാക്കുന്നതെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി അവരുടെ കാർമ്മികത്വത്തിൽ റവന്യൂ മന്ത്രിയുടെ സജീവമായിട്ടുള്ള സാന്നിധ്യത്തിൽ ബഹുമാനപ്പെട്ട മറ്റു മന്ത്രിമാർ ശ്രീ PJ ജോസഫ്, ശ്രീ KM മാണി എന്നീ മന്ത്രിമാരുടെ പ്രസൻസിൽ നമ്മുടെ പട്ടയമേള നടക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് ഏവർക്കും അറിയുന്നത് പോലെ ഇടുക്കിയിലെ പ്രധാന പ്രശ്നം ഭൂപ്രശ്നം തന്നെയാണ്. എത്രയോ സംവത്സരങ്ങളായിട്ട് കുടിയേറുകയും കാർഷിക പ്രവൃത്തിയിൽ ഏർപ്പെടുകയും ചെയ്തിരുന്ന വലിയൊരു ജനവിഭാഗമാണ് നമ്മുടെ ജില്ലയുടെ അത്താണി. അത്തരത്തിലുള്ളവർക്ക് പട്ടയം, ഒരു ക്ലിയർ ടൈറ്റിൽ ഡീഡ്സ് കിട്ടുക എന്നത് കാലത്തിൻ്റെ ഒരു ആവശ്യകത തന്നെയാണ്. ജില്ലയിലെ അനധികൃത കയ്യേറ്റങ്ങൾ, വ്യാജരേഖ ചമയ്ക്കൽ, തുടർന്നുള്ള സങ്കീർണമായ കോടതി വ്യവഹാരങ്ങൾ, തൽഫലമായുള്ള നിയമക്കുരുക്കുകൾ എന്നിവയ്ക്ക് നടുവിൽ നിന്നുകൊണ്ട് കർഷകർക്ക് പ്രയോജനപ്രദമാണെന്നും നിയമക്കുരുക്കിൽ അകപ്പെടില്ലെന്നും ഉറപ്പുവരുത്തി പട്ടയങ്ങൾ നൽകുന്ന പ്രവർത്തനങ്ങളിൽ സർക്കാരിന്റെയും മേൽ ഉദ്യോഗസ്ഥരുടെയും പൂർണ്ണമായ പിന്തുണ ജില്ലാ ഭരണകൂടത്തിന് ലഭിച്ചിട്ടുണ്ടെന്നും കളക്ടർ പറഞ്ഞു. പട്ടയ വിതരണ ദിവസമായ ശനിയാഴ്ച കരിദിനമായി ആചരിക്കുമെന്ന് പട്ടികജാതി വർഗ സംയുക്ത സമരസമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജില്ലയിൽ നടക്കുന്ന പട്ടയ വിതരണത്തിൽ പട്ടികജാതി വർഗ വിഭാഗക്കാരെയും കോളനികളെയും ഒഴിവാക്കിയതിൽ പ്രതിഷേധിച്ചാണ് കരിദിനം ആചരിക്കുന്നത്. ഇടുക്കി ജില്ലയിലെ പട്ടയ ഈ അവസരത്തിലും നമ്മൾ ഇതിനു മുമ്പും പലതവണ ജില്ലയിലെ പട്ടയ മേള നടത്തിയപ്പോഴും ആദിവാസി വിഭാഗങ്ങളെയും പട്ടികജാതി വിഭാഗങ്ങളെയും ഈ പട്ടയ കൊടുക്കുന്നതിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുകയാണ്. നാളിതുവരെ അവർക്ക് പട്ടയം കൊടുക്കുന്നതിനെ കുറിച്ച് യാതൊരു തീരുമാനം എടുത്തതായി ഞാൻ കാണുന്നില്ല. ഇത് പൂർണ്ണമായിട്ടും നമ്മുടെ കേരളത്തിലെ പട്ടികവർഗ പട്ടികജാതികൾ കാണിക്കുന്ന ഒരു നീതി നിഷേധമാണ്. ഇതിനെതിരെ നാളെ പട്ടികജാതി പട്ടികവർഗ സംയുക്ത സമിതിയുടെ നേതൃത്വത്തിൽ കരിദിനം ആചരിക്കുക. ജാതിയും മതവും നോക്കിയാണ് ഇപ്പോൾ പട്ടയം നൽകുന്നത്. കോളനികൾക്കും പട്ടികജാതി വർഗ വിഭാഗങ്ങളുടെ ഭൂമികൾക്കും ഉപാധിരഹിത പട്ടയം നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിരവധി നിവേദനങ്ങൾ നൽകിയിട്ടും ഈ വിഭാഗത്തോട് വഞ്ചനാപരമായ നിലപാടാണ് സർക്കാർ സ്വീകരിച്ചതെന്നും ഇവർ പറഞ്ഞു. ഭാരവാഹികളായ CR ദിലീപ്, KP ചന്ദ്രൻ, PK അരവിന്ദാക്ഷൻ, KJ സുരേഷ്, സോമൻ പള്ളിക്കാനം എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.
മുതലക്കുളം സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുണ്ടെടുത്തെത്തിയതിന് 30 വിദ്യാർത്ഥികളെ സ്കൂളിൽ നിന്ന് പുറത്താക്കി. സ്കൂളിലെ ഓണാഘോഷത്തിൽ പങ്കെടുക്കുന്നതിനായാണ് കുട്ടികൾ മുണ്ടെടുത്തെത്തിയത്. മുണ്ടെടുത്ത് സ്കൂളിലെത്തിയ വിദ്യാർത്ഥികളെ സ്കൂളിനുള്ളിൽ പ്രവേശിക്കാൻ അനുവദിക്കാതെ അധികൃതർ ഗേറ്റ് പൂട്ടുകയായിരുന്നു. ഓണാഘോഷമെങ്കിലും ഇന്ന് മുണ്ടെടുത്ത് വരരുതെന്ന് പ്രിൻസിപ്പൽ വിദ്യാർത്ഥികൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ ചില വിദ്യാർത്ഥികൾ മുണ്ടും കറുത്ത നിറത്തിലുള്ള ഷർട്ടും ധരിച്ചാണ് എത്തിയത്. ഇത് ശ്രദ്ധയിൽപ്പെട്ട് അധ്യാപകരും പ്യൂണും ചേർന്ന് ഗേറ്റ് അടയ്ക്കുകയായിരുന്നു. തുടർന്ന് വിദ്യാർത്ഥികളും അധ്യാപകരുമായി വാക്കേറ്റമുണ്ടായി. അധ്യാപകർക്ക് മുണ്ടു ധരിക്കാമെങ്കിൽ എന്തുകൊണ്ട് തങ്ങൾക്കതായിക്കൂടാ എന്നായിരുന്നു വിദ്യാർത്ഥികളുടെ ചോദ്യം. തുടർന്ന് നാട്ടുകാരും വിഷയത്തിൽ ഇടപെടുകയായിരുന്നു. മൊത്തം വെള്ളം കൊണ്ടായിട്ടാണ് എന്നെ കുഴപ്പം. പിള്ളേരുണ്ട് പകുതി പിള്ളേരൊക്കെ മാറിയ നാട്ടുകാർ ഗേറ്റിന്റെ പൂട്ട് തകർത്ത് വിദ്യാർത്ഥികളെ അകത്ത് പ്രവേശിപ്പിക്കുകയായിരുന്നു. ഇതേ തുടർന്ന് പ്രിൻസിപ്പലിന്റെ അധ്യക്ഷതയിൽ അധ്യാപകരും നാട്ടുകാരും തമ്മിൽ ചർച്ച നടത്തി. VBC ന്യൂസ് തൊടുപുഴ. ഹൈഡൽ ടൂറിസം സെന്റർ നേതൃത്വത്തിൽ ആനിറങ്കൽ ഡാമിനോട് ചേർന്ന് വിനോദസഞ്ചാരികൾക്കായി സജ്ജമാക്കിയിട്ടുള്ള ആധുനിക പാർക്കും ബോട്ടിംഗ് സൗകര്യവും മന്ത്രി ആര്യാടൻ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്യുമെന്ന് KSEB ചെയർമാൻ M. ശിവശങ്കർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇലക്ട്രിസിറ്റി ബോർഡിന്റെ കീഴിൽ കഴിഞ്ഞ 15 വർഷമായി പ്രവർത്തിച്ചു വരുന്ന സ്ഥാപനമാണ് കേരള ഹൈഡൽ ടൂറിസം സെന്റർ. KSEB ലിമിറ്റഡിന്റെ അധീനതയിലുള്ള പദ്ധതി പ്രദേശങ്ങളിലെ ജലാശയങ്ങളും ഒഴിഞ്ഞുകിടക്കുന്ന കെട്ടിടങ്ങളും മറ്റ് അനുബന്ധ സൗകര്യങ്ങളും പ്രയോജനപ്പെടുത്തി നിയന്ത്രിത വിനോദസഞ്ചാരം പ്രാവർത്തികമാക്കുക എന്നതാണ് ഹൈഡൽ ടൂറിസം സെന്ററിന്റെ ലക്ഷ്യം. മൂന്നാർ തേക്കടി റോഡിലുള്ള ആനയിറങ്കൽ ഡാമിനോട് ചേർന്ന് 10 ഏക്കർ സ്ഥലത്താണ് സഞ്ചാരികൾക്കായി ആധുനിക പാർക്കും ബോട്ടിംഗ് സൗകര്യവും സജ്ജമാക്കിയിരിക്കുന്നത്. 24-ന് ഉച്ചകഴിഞ്ഞ് 2-ന് മന്ത്രി ആര്യാടൻ മുഹമ്മദ് ഉദ്ഘാടനം നിർവഹിക്കും. പ്രധാനമായിട്ടും ഞങ്ങളുടെ അടുത്ത 2 ടൂറിസം ഡെസ്റ്റിനേഷൻ ആയ ആനയിറങ്കലിൽ ബോട്ടിങ്ങും റിക്രിയേഷൻ ഫെസിലിറ്റീസും അതേപോലെ തന്നെ മാട്ടുപ്പെട്ടിയിലെ ജലാശയത്തിൽ ഇപ്പോൾ ബോട്ടിംഗ് മാത്രമേ ഉള്ളൂ. അതുകൂടാതെയുള്ള അനുബന്ധ സൗകര്യങ്ങൾ, താമസിക്കാനുള്ള സൗകര്യങ്ങൾ തുടങ്ങിയ ഡെവലപ്പിങ്ങിൻ്റെ ഭാഗമായിട്ട് തിങ്കളാഴ്ച, അതായത് ഈ വരുന്ന തിങ്കളാഴ്ച 24-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് ആനയിറങ്കലിലെ ബോട്ടിങ്ങിൻ്റെ അനുബന്ധ സൗകര്യങ്ങളുടെയും ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ഞങ്ങളുടെ വൈദ്യുതി വകുപ്പ് മന്ത്രി നിർവഹിക്കുകയാണ്. തദവസരത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട ഇടുക്കി MP ഉണ്ടായിരിക്കുന്നതാണ്. സ്ഥലം MLA KK ജയചന്ദ്രൻ അധ്യക്ഷത വഹിക്കുന്ന യോഗമാണ്. കൂടാതെ മാട്ടുപ്പെട്ടിയിൽ നവീകരിച്ച പാർക്ക്, വിനോദസഞ്ചാരികൾക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ, ഹൈഡൽ ടൂറിസത്തിന്റെ വെബ്സൈറ്റ്, ഓൺലൈൻ ബുക്കിംഗ് സൗകര്യം, ഫുഡ് കോർട്ടുകൾ തുടങ്ങിയവയും സഞ്ചാരികൾക്കായി തുറന്നുകൊടുക്കും. KK ജയചന്ദ്രൻ MLA ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. കേരള ഹൈഡൽ ടൂറിസം സെന്റർ ഡയറക്ടർ ഇൻചാർജ് R. രമേശ്, KSEB ഓഫീസർമാരായ ശേഖർ, PN ബിജു, അനൂപ്, ജോയൽ തോമസ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. VBC ന്യൂസ് തൊടുപുഴ. തൊടുപുഴ ന്യൂമാൻ കോളേജിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. അത്തപ്പൂക്കളമിട്ടും വിവിധ കലാപരിപാടികളോടെയുമാണ് ഓണാഘോഷം സംഘടിപ്പിച്ചത്. Sleep.
കരിമണ്ണൂർ വിന്നേഴ്സ് പബ്ലിക് സ്കൂളിന്റെ ഈ വർഷത്തെ ഓണോത്സവ് 2015 വിവിധ കലാപരിപാടികളോടെ നടത്തി. പായസ വിതരണം, അത്തപ്പൂക്കളം, റൊട്ടിക്കടി, കലന്തല്ലി പൊട്ടിക്കൽ, മാവേലി മന്നൻ, മലയാളി മങ്ക, അധ്യാപകരും രക്ഷകർത്താക്കളും തമ്മിലുള്ള വടംവലി മത്സരവും ഓണോത്സവിന് മികവ് നൽകി. സ്കൂൾ മാനേജർ MP വിജയനാഥൻ, പ്രിൻസിപ്പൽ PJ ജെയിംസ്, PTA പ്രസിഡന്റ് ജിജി VC, MBTA ചെയർപേഴ്സൺ രമ്യ റജി, വൈസ് പ്രിൻസിപ്പൽ മിനി രാജീവ്, സ്റ്റാഫ് സെക്രട്ടറി മുഹമ്മദ് ഫൈസൽ എന്നിവർ ഓണാശംസകൾ നേർന്നു. ഉടുമ്പന്നൂരിൽ കുടുംബശ്രീ നേതൃത്വത്തിൽ ഓണാഘോഷം നടത്തി. ചെയർപേഴ്സൺ ഹാജിറ സെയ്ദ് മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KR സോമരാജ് ഉദ്ഘാടനം ചെയ്തു. ഈ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം പഞ്ചായത്ത് മെമ്പർമാരടക്കം നമ്മുടെ വാർഡുകളിലെ അവശത അനുഭവിക്കുന്ന ആരും ആശ്രയമില്ലാത്ത പാവപ്പെട്ട ആളുകളെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ, ആ 42 ആളുകൾക്ക് ശേഷം ഒരുപാട് ആളുകൾ ആരും സഹായിക്കാനില്ലാതെ, ആരും ആശ്രയമില്ലാതെ അവശത അനുഭവിക്കുന്നു എന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് കമ്മിറ്റി പ്രത്യേക അജണ്ടയായി ചർച്ച ചെയ്തുകൊണ്ട് ഈ പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലെയും സർവേ നടത്തുന്നതിനും, അങ്ങനെ സർവേ നടത്തിക്കൊണ്ട് എത്ര ആളുകൾ ഉണ്ടെങ്കിലും ആ ആളുകളെ ആശ്രയ പദ്ധതിയിൽ പെടുത്തുന്നതിന് വേണ്ടി പഞ്ചായത്ത് ഭരണസമിതി ഫണ്ട് മാറ്റിവെക്കുകയും അങ്ങനെ പ്രോജക്റ്റ് എടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും നമ്മൾ 95 ആളുകൾക്ക് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഉള്ള പദ്ധതി ആവിഷ്കരിക്കാൻ തീരുമാനിച്ചത്. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ST മേഖലയിൽ ST വിഭാഗത്തിൽപ്പെട്ടവർക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു പ്രോജക്റ്റ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. 20 ആളുകളാണ് ആ മേഖലയിൽ നിന്ന് കരിങ്ങാശ്ശേരി, കട്ടിക്കയം, ഉപ്പുകുന്ന, മലയിഞ്ചി ഭാഗങ്ങളിൽ നമ്മൾ സർവേ നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ST വിഭാഗത്തിൽപ്പെട്ട പാവപ്പെട്ട സർവീസ് കോപ്പറേറ്റീവ് പ്രസിഡന്റ് രാജീവ് രാജൻ ഓണക്കോടികൾ വിതരണം ചെയ്തു. ഓണക്കിറ്റുകൾ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മനോജ് നേമ്പ്രയിൽ വിതരണം ചെയ്തു. മെമ്പർ സെക്രട്ടറി ഷാജു മത്തി മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷാനിദ അലിയാർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ശൈല രാജേന്ദ്രൻ, താജ് രാമകൃഷ്ണൻ, ലാലി ബേബി, ബിന്ദു രാജീവ്, ഷീല സുരേന്ദ്രൻ, സെജി ജോസഫ്, PM സീതി, TK നവാസ്, ജോൺസൺ കുര്യൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. 24-ന് തിങ്കളാഴ്ച രാവിലെ മുതൽ ഉടുമ്പന്നൂർ കുടുംബശ്രീ ഓണച്ചന്ത പ്രവർത്തനം ആരംഭിക്കുമെന്ന് ചെയർപേഴ്സൺ ഹാജിറ സെയ്ദ് മുഹമ്മദ് അറിയിച്ചു.